തകർന്നു പോകുന്ന നെൽകൃഷിക്ക് പ്രോത്സാഹനം നൽകി കാതികുടം നീറ്റ ജലാറ്റിൻ കമ്പനി മാതൃകയാകുന്നു. കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ പാടശേഖരത്ത് 100 മേനി പൊന്നു വിളയിച്ചാണ് കമ്പനി കർഷക സമൂഹത്തിന് ആവേശമാകുന്നത്. കമ്പനി ജീവനക്കാരെയും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തിയാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. പ്രോത്സാഹനത്തിനോടൊപ്പം ആത്മധൈര്യവും കമ്പനി അധികൃതർ നൽകിയതോടെ കർഷകരുടെ വിയർപ്പിൽ 100 മേനി വിളഞ്ഞു. ബുധനാഴ്ച നടന്ന കൊയ്ത്തുത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കമ്പനി മാനേജിംഗ് ഡയറക്ടർ ജി സുശീലൻ അധ്യക്ഷനായി. ഇവിടെ വിളഞ്ഞ നെല്ല് ക്യാന്റീൻ ആവശ്യത്തിനു ശേഷം ജീവനക്കാർക്ക് വിതരണം ചെയ്യും. കമ്പനിയുടെ നേതൃത്വത്തിൽ ഇവിടെ വൻതോതിൽ പച്ചക്കറിയും വിളയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിലകൊള്ളുന്നത്. ഇന്ന് കാലഘട്ടങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നെല്ല് കായ്ക്കുന്ന മരം ഏത് എന്ന് ചോദിച്ചറിയേണ്ട കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ 100% കൈവരിച്ചെങ്കിൽ പോലും ഇന്ന് 10% പോലും മൂല്യം ഉൾക്കൊള്ളാതെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ആ സാഹചര്യത്തിലാണ് നിറ്റ ജലാറ്റിൻ്റെ നേതൃത്വത്തിൽ 10 ഏക്കർ സ്ഥലം പൊന്മാണി വിത്ത് വിളയിച്ചുകൊണ്ട് 100 മേനിയാണ് വിളഞ്ഞിരിക്കുന്നത്. അതിലേറെ സന്തോഷിച്ചുകൊണ്ട് ഇന്നിട്ടുള്ള നെൽവയലുകൾ വിത്തിറക്കിയും മറ്റ് പച്ചക്കറി കൃഷി ഇറക്കിയും തമിഴ്നാടിനെ ആശ്രയിക്കാതെ നമ്മളുടെ നല്ല രീതിയിലുള്ള തികച്ചും സുതാര്യമായി ഇവിടെ ചേർത്തിരിക്കുന്നത് ജൈവവളം മാത്രമാണ്. ആ ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് വിത്തിറക്കുന്ന ഈ വിത്തും അതോടൊപ്പം തന്നെ നെൽ കർഷകരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഈ വിളവെടുപ്പ് ഉത്സവത്തിന് എത്തിച്ചേർന്ന കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ ഈ 10 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കി തുടങ്ങി. അതിന് മുൻപൊരു 20 വർഷത്തോളം ഇവിടെ കൃഷി ചെയ്യാതെ ഒരുപാട് ഏരിയ വെറുതെ തരിശായി കിടന്നിരുന്നതാണ്. അത് ഞങ്ങൾ പലരുടെ കൂടെ ചേർന്ന് ഇവിടെ കൃഷി ഇറക്കി. ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് മിസ്റ്റർ സേവ്യറാണ് ഇവിടെ കൃഷി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ചെയ്യുന്നു. എല്ലാ വർഷവും കിട്ടുന്ന നെല്ല് ഞങ്ങൾ ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ വർഷമാണെങ്കിൽ നെല്ല് മുഴുവൻ ഞങ്ങൾ കമ്പനിയിലേക്ക് തന്നെ എടുത്തിട്ട് ഞങ്ങളുടെ കൻറ്റീനിലും ഇവിടുത്തെ ജീവനക്കാർ മുഴുവനും അത് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനിയും തുടർന്നും ഞങ്ങൾ ഈ പാടത്ത് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഇവിടെ എവിടെയെങ്കിലും കൃഷി ചെയ്യുന്നതിന് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമ്പനി അതിന് വേണ്ട പരിഗണന നൽകി അത് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട പ്രവർത്തികൾ അല്ലെങ്കിൽ വല്ല സപ്പോർട്ട് മുഴുവൻ ചെയ്യാനായിട്ട് പ്രതിജ്ഞാബദ്ധമാണ്. ആ രീതിയിലുള്ള പല ആക്ടിവിറ്റീസും ഇവിടെ ഞങ്ങളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. വെള്ളമില്ലാത്തടത്ത് വെള്ളം കിട്ടാനായിട്ടും വെള്ളം കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ട സപ്പോർട്ട് ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കോർഡിനേറ്റ് ചെയ്ത് അതുപോലെ ക്ലാസ് എടുക്കുക, അതിലെ പരിശീലിപ്പിക്കുക, ഇങ്ങനെയുള്ള പല പ്രവർത്തികളും ഇപ്പോൾ കമ്പനി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ